വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പെർപ്പച്ച ഒരു കുഞ്ഞിൻ്റെ മാതാവായിരുന്നു. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ പെർപ്പച്ചോയെ കാരാഗ്രഹത്തിലാക്കി. വിശ്വാസം ഉപേക്ഷിച്ചു ജയിലിൽ നിന്ന് മോചിതയാകാൻ അവളുടെ അവിശ്വാസിയായ പിതാവ് ജയിലിൽ വന്ന് പല പ്രാവശ്യവും നിർബന്ധിച്ചു. പക്ഷേ ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ അവൾ തയ്യാറായില്ലായിരുന്നു. കോപാകുലനായി അയാൾ മടങ്ങി. അവൾക്കെതിരെ പല ഉപദ്രവങ്ങൾ വർദ്ധിച്ചുവെന്നും മുലകൂടി മാറാത്ത കുഞ്ഞിനെ അവളിൽ നിന്ന് മാറ്റി നോക്കി. പക്ഷേ അവളുടെ വിശ്വാസത്തിനൊന്നും മാറ്റമുണ്ടായില്ല. മനസ്സലിഞ്ഞ് പടയാളികൾ കുഞ്ഞിനെ തിരികെ നൽകി. കാരാഗൃഹത്തിൽ പുറപ്പെട്ട പല തടവുകാരെയും ക്രിസ്ത്യാനികളാക്കി യേശുവിൻ്റെ സ്നേഹത്തെ അവരുടെ ഹൃദയത്തിൽ കൊടുക്കുവാൻ പർപ്പച്ചോയ്ക്ക് സാധിച്ചു. ദേശാധിപതി അവളെ വരുത്തി വിഗ്രഹത്തിന് ബലി അർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവൾ വഴങ്ങിയില്ല. അതുകൊണ്ട് അവളെ ഇരുട്ടറയിലാക്കി. വിശ്വാസം ത്യജിക്കാൻ പിതാവ് ഒത്തിരി നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവളുടെ ഉറച്ച തീരുമാനം ഒന്നായിരുന്നു: ഐ ആം എ ക്രിസ്ത്യൻ വുമൻ ആൻഡ് ഐ ആം വർഷിപ്പ് ദ ട്രൂ ലിവിങ് ഗാഡ്. അവളെയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് ക്രിസ്ത്യാനികളെയും വന്യമൃഗങ്ങൾ ഇരയാക്കുവാൻ റോമ ഗവൺമെൻറ് കൽപ്പന കൊടുത്തു. അവസാന നിമിഷം കാത്തു കഴിഞ്ഞു അവർക്ക് ബന്ധുക്കളെ കാണാൻ ഒരവസരം ലഭിച്ചു. പിതാവിൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ പെർപ്പച്ചോയ്ക്ക് അവളെ സ്വീകരിക്കാൻ നിൽക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ ആനന്ദമുഖം അവർക്ക് സന്തോഷവും ശക്തിയും പ്രദാനം ചെയ്തു. സ്വർഗീയ മഹിമകളെ സംബന്ധിച്ച ദർശനങ്ങൾ അവൾക്കുണ്ടായി. ജയഗീതങ്ങൾ പാടിക്കൊണ്ടാണ് പെർപ്പച്ചോയും കൂട്ടുകാരും കൊലക്കളത്തിലേക്ക് പോയത്. പെർപ്പച്ചോയുടെയും അവളുടെ കൂട്ടുകാരി ഫെലിസിറ്റിയുടെയും നേർക്ക് കൂറ്റൻ കാളകളെ അഴിച്ചുവിട്ടു. അവ അവരെ മാരകമായി കുത്തി, കൊമ്പിലെടുത്തെറിഞ്ഞു. പക്ഷെ പിന്നെയും അവരെ ഒന്നും ഉപദ്രവിച്ചില്ല. എന്നാൽ കാണികളായ ദുഷ്ടജനങ്ങളുടെ പ്രേരണയാൽ പടയാളികൾ അവരെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു. AD 205 മാർച്ച് 8-ാം തീയതിയായിരുന്നു അത് സംഭവിച്ചത്. പെർപ്പച്ചോയുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം ശ്രേഷ്ഠമായിരുന്നു. കാരണം ഒരു ഭൂമിയിലെ ദൃഢമായ സ്നേഹബന്ധം ഒരു മാതാവും കുഞ്ഞുമായുള്ള ബന്ധമാണ്. മാസങ്ങൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനേക്കാൾ അവളുടെ വിശ്വാസത്തെ കർത്താവിനെ മുറുകെ പിടിച്ചു പെർപ്പച്ചോ. അതാണ് പൗലോസ് പറയുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ഏതെങ്കിലും സാഹചര്യത്തിൽ നാമും കർത്താവിനെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? പത്രോസിനോട് കർത്താവ് ചോദിച്ചതുപോലെ നമ്മോട് ഓരോരുത്തരും കർത്താവ് ചോദിക്കുന്നു: ഡു യു ലവ് മീ മോർ ദാൻ ദിസ്?